Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Wa man tabi'ahum bi ihsanin ila yawmiddin. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatan min lisani yafqahu qawli. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിലെ 84-ാമത്തെ ആയത്തിൽ അല്ലാഹു മനുഷ്യന്റെ ഒരു പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവന്റെ ഒരു സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ആയത്ത് ഇങ്ങനെയാണ്: ഖുൽ കുല്ലുൻ യഅമലു അലാ ശാക്കിലതി ഫറബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയുക, കുല്ലുൻ യഅമലു അലാ ശാക്കിലതി, ഓരോരുത്തരും അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു സ്വഭാവ വൈശിഷ്ട്യം അല്ലെങ്കിൽ ആകൃതി, പ്രകൃതി, ഇതിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഫറബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, നിങ്ങളുടെ രക്ഷിതാവാണ് ഏറ്റവും നന്നായി അറിയുന്നത്. ബിമൻ ഹുവ അഹ്ദാ സബീല, ഏറ്റവും നന്നായി സന്മാർഗത്തിലായത്, നേരായ മാർഗത്തിലായത് ആരാണ് എന്ന് കൃത്യമായി അറിയുന്നത് നിന്റെ രക്ഷിതാവാണ്. ഈ വാചകത്തിന്റെ ഒരു സുപ്രധാനമായ ഒരു സംഗതി എന്ന് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ വലിയ ഒരു മനുഷ്യനായിട്ട് ഉള്ള ആളുകൾ വരെ നമുക്ക് ഓരോ മനുഷ്യരെയും വ്യത്യസ്ത രൂപത്തിൽ കാണാൻ പറ്റും, വ്യത്യസ്ത ആകൃതി, പ്രകൃതി, പ്രത്യേകിച്ച് സ്വഭാവത്തിന്റെ കാര്യത്തിൽ. ചില കുട്ടികൾ, നമുക്ക് ഒരേ മാതാപിതാക്കളുടെ തന്നെ കുട്ടികൾ വ്യത്യസ്തരായിരിക്കും. ഒരു കുട്ടി വളരെ എക്സ്ട്രോവേർട്ടായിരിക്കും, എന്ന് പറഞ്ഞാൽ പുറത്ത് പോവാനും പുറത്ത് കൂട്ടുകൂടാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ അതേ മാതാപിതാക്കളുടെ മറ്റൊരു കുട്ടി ഇൻട്രോവേർട്ടായിരിക്കും, ഒരു അന്തർമുഖനായിരിക്കും. അത്രയൊന്നും വല്ലാത്ത ഒരു എന്താ പറയാ, ഒരു അന്തർമുഖനായിട്ട് അകത്തേക്ക് വലിഞ്ഞ് സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഒരു താല്പര്യമോ ഒന്നുമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ചില കുട്ടികൾ വളരെ നല്ല, പ്രത്യേകിച്ച് തന്നെ ഒരു സഹായ മെന്റാലിറ്റി, ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള കുട്ടികളെ നമുക്ക് കാണാം. അവർ സ്വതവേ തന്നെ അവരുടെ പ്രകൃതം തന്നെ അങ്ങനെയായിരിക്കും. പക്ഷെ വേറെ ചില കുട്ടികൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർക്ക് ലോകത്ത് എന്ത് നടന്നാലും അല്ലെങ്കിൽ പുറത്ത് എന്ത് നടന്നാലും അവരുടേതായ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സംഗതി. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുവരെ നമ്മൾ ഒരു പൊതുവിശ്വാസം ഉണ്ടായിരുന്നത് ഇതെല്ലാം പ്രകൃതിയാണ്, ബൈ നേച്ചർ കിട്ടുന്ന ഒരു സംഗതിയാണ്, ഒന്നും മാറ്റാൻ പറ്റില്ല, എല്ലാവർക്കും അവർ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഗതിയാണ് ഇത്. അങ്ങനെയല്ല, എന്താ പറയാ, ഒരു ജീനിന്റെ ഭാഗമായിട്ട് ജനിതക സംഗതിയാണ്, ജനിതക സ്വഭാവമാണ് എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോ ശരിക്കും വാസ്തവത്തിൽ ഇത് രണ്ടും ഉണ്ടെന്നുള്ളതാണ്. അതായത് ചിലതൊക്കെ നമുക്ക് നമ്മളുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രകൃതിപരമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സംഗതി ഉണ്ടാകാം. ചിലത് നമ്മൾ അൺലേൺ ചെയ്യാം. നമുക്ക് നേരത്തെ കിട്ടിയത് തന്നെ നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, പുതുതായിട്ട് പഠിച്ചെടുക്കാനും നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റാനും പറ്റും. കാരണം ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സംഭവം, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലെ അഷജ് ബിൻ അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഒരാളുടെ സംഭവം പറയുന്നുണ്ട്. അഷജ് ബിൻ അബ്ദുൽ ഖൈസ് എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിന്റെ തലവനായിരുന്നു. അപ്പൊ ഈ ഗോത്രം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കുറെ അനുയായികളും കുറെ ഒട്ടകക്കൂട്ടങ്ങളും വലിയൊരു സംഘമായിട്ടാണ് വന്നത്. ഇവർ വന്നെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോ എല്ലാ ആളുകളും, ഏറെക്കുറെ എല്ലാ ആളുകളും അവരുടെ ഒട്ടകത്തേക്ക് അങ്ങോട്ട് വിട്ടിട്ട് അവര് നബീനെ കാണാൻ വേണ്ടി ഒരു വസ്ത്രമൊന്നും മാറാതെ, കാരണം അന്നത്തെ കാലത്ത് ഒരുപാട് ദൂര യാത്ര, 3 മാസം 4 മാസമൊക്കെ യാത്ര ചെയ്തിട്ടാണ് വരിക. അപ്പോൾ പിന്നെ വസ്ത്രമൊന്നും മാറാതെ അവരുടെ ഷേപ്പിലോ അല്ലെങ്കിൽ അവരുടെ ആകൃതിയിലോ പ്രകൃതിയിലോ ഒരു മാറ്റം വരുത്താൻ നേരെ പോയിട്ട് റസൂലിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ അഷജ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ആ ഗോത്രത്തിന്റെ തലവൻ, അദ്ദേഹം വെയിറ്റ് ചെയ്തു. എല്ലാ ഒട്ടകങ്ങളും, മറ്റുള്ളവരൊക്കെ വിട്ടേച്ച് പോയ ഒട്ടകങ്ങളെയൊക്കെ പിടിച്ച് കെട്ടി അതിനെ ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് ഇദ്ദേഹം തന്നെ പോയിട്ട് ഒന്ന് കുളിച്ച് വസ്ത്രം മാറി സുഗന്ധമൊക്കെ പൂശിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കാണാൻ വേണ്ടി വന്നത്. അപ്പം ഈ നേരത്തെ കണ്ട ആളുകളും ഈ അഷജ് ബിൻ ഖൈസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച രീതിയും സ്വാഭാവികമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. എന്നിട്ട് അഷജ് ബിൻ ഖൈസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹ്,
നിനക്ക് രണ്ട് കാര്യങ്ങൾ, രണ്ട് സ്വഭാവ സവിശേഷതകളുണ്ട്, അത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അൽ ഹെൽമു വൽ അനാത്ത്. ഹെൽമ് എന്ന് പറഞ്ഞ ഒരു വിവേകം, ഒരു റീസൺ, അതുകൊണ്ട് അനാത്ത് ഒരു അവധാനത, എല്ലാ കാര്യത്തിലും ഒരു കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു മാത്രം പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യുന്ന ഒരു പ്രകൃതി നിനക്കില്ല. ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഖാല യാ റസൂലല്ലാഹ് അന അത്തഖല്ലഖു ബിഹിമ അമില്ലാഹു ജബലനി അലൈഹിമ. ഇത് എനിക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയതാണോ, അല്ലെങ്കിൽ ഞാൻ തന്നെ വളർത്തിയെടുത്തൊരു സ്വഭാവമാണോ, അതല്ല അള്ളാഹു എനിക്ക് കൊണ്ടുവന്ന് തന്ന സ്വഭാവമാണോ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എനിക്കുള്ള ജന്മന എനിക്ക് കിട്ടിയ സ്വഭാവമാണോ, അല്ല അള്ളാഹു എനിക്ക് ഞാൻ നേടിയെടുത്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യത്യാസം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ബലില്ലാഹു ജബലക അലൈഹിമ. നബി അതിന് മറുപടി കൊടുത്തത്, അള്ളാഹു ആണ് അത് താങ്കളിൽ നിക്ഷേപിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല അൽഹംദുലില്ലാഹില്ലദീ ജബലനി അലാ ഖസ്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹു വറസൂലുഹു. അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവ സവിശേഷതകൾ എന്നിൽ നിറച്ച അള്ളാഹുവിന് സ്തുതി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കി, ഇത് അള്ളാഹ് കൊടുത്താണ്. അതിപ്പോ വേറെ നിവൃത്തിയില്ല. നമ്മൾ ചിലർ പറയാറില്ലേ, വല്ലാതെ ദേഷ്യപ്പെടുന്ന മുൻകോപമുള്ള ആളുകൾ ചിലർ പറയും, ഇത് എനിക്ക് എന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. എന്റെ വാപ്പ എങ്ങനെയായിരുന്നു, എന്റെ ഉമ്മ എങ്ങനെയായിരുന്നു, എന്റെ കൊച്ചാപ്പ എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചിലത് ശരിയാണ് പറയണത്, അങ്ങനെ പറയുന്നത് ശരിയാണ്. അതായത് അവർക്ക് ആ ജീൻ അങ്ങനെയാണത്, അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വന്ന് കിട്ടിയതിനെ മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ ഇനി അങ്ങോട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ലേ, അതാണ് ചോദ്യം. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല, എനിക്കിത് എന്റെ പ്രകൃതമാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതേസമയം എനിക്കതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നൊരാൾ തീരുമാനിച്ചാൽ അത് മാറ്റം വരുത്താൻ പറ്റും എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തെളിവ് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രവാചകൻ പറയുന്ന ഒരു ഹദീസുണ്ട്, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. നേരത്തെ പറഞ്ഞ ഹിൽമാണ്. അതായത് വിജ്ഞാനം എന്ന് പറയുന്നത് തഅല്ലും, നമുക്ക് പഠിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഒരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് മാതാവിന്റെ വയറ്റിൽ വന്നപ്പോൾ തന്നെ ഇത്തരം വിജ്ഞാനം കിട്ടിയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മൾ സ്കൂളിൽ പോയി സ്കൂളിൽ പോകുന്ന തന്നെ വിജ്ഞാനം കളയാനുള്ള വഴിയാണ്, അത് വേറെ വിഷയം. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പല വിദ്യാഭ്യാസത്തെക്കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ പോകണ്ട. പക്ഷെ നമ്മളുടെ നിത്യജീവിതത്തിന് വേണ്ട, ജീവിത വിജയത്തിന് വേണ്ട, ഐഹികവും പാരത്രികവുമായിട്ടുള്ള ജീവിത വിജയത്തിന് വേണ്ട പല സംഗതികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരുത്താൻ പറ്റും. അതായത് ഒരു ദുർഗുണം നമ്മളിലുണ്ടെങ്കിൽ ആ ദുർഗുണം മാറ്റാൻ നമുക്ക് പണിയെടുത്താൽ മതി. ഉദാഹരണത്തിന് ദേഷ്യമുള്ള ഒരാൾ മാറ്റാനുള്ള വഴി നബി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ നിങ്ങൾ നിൽക്കണ ആളാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കണം. ഒതു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണെങ്കിൽ പോയി ഒതു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താ, ദേഷ്യം ഇങ്ങനെ തിളച്ചു നിൽക്കുമ്പോൾ ആ സ്റ്റേജിൽ നിന്ന് മാറുക എന്നുള്ളത് ദേഷ്യത്തിന്റെ അത് പ്രകടിപ്പിക്കുന്നതിന്റെ അവസ്ഥ മാറാൻ നല്ലതാണ്. രണ്ടാമത് വെള്ളം എടുത്ത് ഒതു കൊടുക്കുമ്പോൾ നമ്മൾ തണുപ്പിക്കണം, ശരിക്കും ലിറ്ററലി തണുപ്പിക്കണത്. അപ്പോൾ അത്തരം നമ്മളിലുള്ള നമുക്ക് നേരത്തെ തന്നെ കാരണവന്മാരായിട്ട് കിട്ടിയെന്ന് പറയുന്ന ഈ സ്വഭാവങ്ങൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ അത് കാലാകാലം ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ടതില്ല. ഞാൻ ഇങ്ങനെ ഒരു പാവമാണ്, എനിക്കൊന്നും അങ്ങനെ പുറത്തിറങ്ങി പണിയെടുക്കാൻ പറ്റൂല, കുട്ടികൾ അങ്ങനെയുള്ളൂ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്, ഒരു അന്തർമുഖനാണ്, അധിക ആളുകളായിട്ട് ബന്ധപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അയാൾ എന്ത് ചെയ്യണം? അയാൾ അന്തർമുഖത്വം മാറ്റാൻ എക്സ്ട്രോവേർട്ട് ആവണം. അതിനുള്ള പണി അയാൾ എടുക്കണം. അതിന് വഴിയുള്ളൂ. അതാണ് ഈ പറഞ്ഞത്, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വ ഇന്നമൽ ഹെൽമു ബിത്തഹല്ലും. ഹെൽമ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് തഹല്ലുമ് നമ്മൾ ബുദ്ധി, അതായത് നമുക്കൊരു കാര്യത്തെ എല്ലാവരും ഓരോ വിഷയങ്ങളെ വിലയിരുത്തുന്ന ഒരേ രീതിയിലല്ല. എന്തുകൊണ്ടാ? അത് പ്രകൃതിപരമല്ല, അത് നമുക്ക് കിട്ടിയ വിവരത്തിന്റെ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരു സംഭവം, ഒരു രാഷ്ട്രീയ സംഭവമാകട്ടെ, ഒരു സമൂഹത്തിൽ നടക്കുന്ന സംഭവമാവട്ടെ, പിന്നെ എന്തും ആവട്ടെ, അതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മളെങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുക, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടാണ്. ഒരാൾ ഇതൊന്നും വായിക്കുകയോ കേൾക്കുകയോ കാണാതെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് അത്ര വിവരം ഉണ്ടാവുള്ളൂ അതിനെക്കുറിച്ച്. പക്ഷെ വേറൊരാള് അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവും അതിനെക്കുറിച്ച്. ഇപ്പോൾ രോഗങ്ങളെക്കുറിച്ച് ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുടെ കാഴ്ചപ്പാടല്ല
അതല്ലാത്ത ഒരാളുടെ കാഴ്ചപ്പാട്. കാരണം എന്താ, മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾ അത് നേടിയെടുത്തതാണ്. അയാൾ ഒരുപാട് കാലത്തെ വിജ്ഞാനത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കി അത് നേടിയെടുത്താണ്. മറ്റൊരാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ച് ഇനി ഒരാൾക്ക് ആ മെഡിക്കൽ ഫീൽഡിൽ അല്ലാത്ത ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ പറ്റും. എങ്ങനെ? അയാൾ അതിനെക്കുറിച്ച് എഫേർട്ട് എടുക്കണം. അപ്പൊ ഏത് സ്വഭാവത്തെയും ഏത് പ്രകൃതത്തെയും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. നമുക്ക് ഇൻബോൺ ആയിട്ടുള്ള കുറെ സംഗതികൾ ഉണ്ടാവും, അതിൽ സംശയമില്ല. പക്ഷെ അത് സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടേതായിട്ടൊരു അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അള്ളാഹു തന്നെ സൂറത്തുൽ അങ്കബൂത്തിൽ 69-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണ്. നമ്മുടെ മാർഗത്തിൽ ഒരാൾ പരിശ്രമിച്ചാൽ, ജിഹാദ് ആ ഒരു പരിശ്രമം അയാൾ നടത്തിയാൽ ലനഹ്ദിയന്നഹും സുബുലന, അവനെ ഞാൻ എന്ത് ചെയ്യും? വഴികൾ കാണിച്ചു കൊടുക്കും, നല്ല വഴികൾ കാണിച്ചു കൊടുക്കും. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനുകളുടെ ഒപ്പമാണ്. അപ്പൊ ഇഹ്സാൻ എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതകൾ നമ്മൾ കൈവരിക്കണം എന്ന് പറയുന്ന സംഗതികളൊന്നും എന്തല്ല, നാച്ചുറൽ അല്ല, പ്രകൃതിപരമല്ല. എന്ന് പറഞ്ഞാൽ ജന്മന കിട്ടിയത് മാത്രമല്ല. ജന്മന കിട്ടിയ കുറെ സംഗതികൾ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്കൊരു അനാത്ത് ഒരു അവധാനത ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഒരു വിലയിരുത്തി ആ ഒരു പ്രകൃതി ഉണ്ടാവും. വേറെ ചിലർക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടും യുക്തിപരമായിട്ടും സമീപിക്കാനുള്ള ഒരു നേച്ചറൊക്കെ ഉണ്ടാവും. പക്ഷെ ആ നേച്ചർ കൂടുതൽ വളർത്തിയെടുക്കാൻ അയാൾക്ക് പറ്റും. അത് തീരെ ഇല്ലാത്ത ഒരാൾക്ക് അത് അക്വയർ ചെയ്യാൻ പറ്റും. അങ്ങനെ അക്വയർ ചെയ്യാൻ പറ്റാത്തൊരു 1% ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചില ബുദ്ധിപരമായി വളർച്ച പ്രാപിക്കാത്ത, അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പറയുന്ന ഇപ്പം പല ടൈപ്പ് മാനസികമായ അവസ്ഥകളുള്ള എന്താ പറയാ, ഒരു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ കുറെ സംഗതികളുണ്ടല്ലോ. അപ്പോൾ അത്തരം നേച്ചർ ഒഴിച്ചു നിർത്തിയാൽ 99% ആളുകൾക്കും ഏത് തരത്തിലുള്ള ഗുണവും ഏത് തരത്തിലുള്ള ക്യാരക്ടറും ഏത് തരത്തിലുള്ള ഹാബിറ്റും നമുക്ക് വളർത്തിയെടുക്കാനും നമ്മുടെ ആ സ്വഭാവം നമ്മിൽ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ഒറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ടുള്ളൂ, അത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ടും നമ്മുടേതായിട്ടുള്ള ഒരു വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള ഒരു താല്പര്യവും ആ സ്കില്ല് നേടിയെടുക്കാനുള്ള ഒരു അഭിരുചിയും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റും ഒക്കെ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നിക്ഷേപിച്ചിട്ടുള്ള അവസ്ഥ, ഇപ്പോൾ ഒരാൾ, അതിന് ചെറിയ ഒരു എക്സാമ്പിൾ ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഒരാൾ പറയാണ്, നമ്മൾ ഖദറിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഞാനിങ്ങനെ ആയിപ്പോയത് എന്റെ ഖദർ അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ ചെറിയ എക്സാമ്പിൾ ചിന്തിച്ചാൽ മതി. സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോവാൻ നമുക്ക് എന്താ തടസ്സം? ഒരാൾക്ക് പറയാൻ പറ്റുമോ, ഞാനിങ്ങനെ എന്റെ വിധി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ സുബഹിക്ക് ഉറങ്ങിയെന്ന്? അങ്ങനെ പറഞ്ഞാൽ അയാളെ കുറിച്ച് നമ്മൾ എന്താ പറയാൻ? അതുപോലെയാണത്. ഒരാളെ കത്തിയെടുത്ത് കുത്തണ്ട എന്ന് നമുക്ക് തീരുമാനിച്ചാൽ മതി. കത്തിയെടുത്ത് കുത്താൻ തീരുമാനിക്കുകയും ചെയ്യാം. അത് നമ്മുടെ ചോയ്സാണ്. അപ്പൊ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചോയ്സുകൾ തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഖദർ. നമ്മുടെ ഖദറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. അള്ളാഹ് തന്ന ചോയ്സിനെ യഥാർത്ഥ ചോയ്സ് ആയിട്ട് നമ്മൾ ജീവിതത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ഖദർ. അതാണ് അള്ളാഹ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഖദർ. അല്ലാതെ അള്ളാഹു ഇന്ന മനുഷ്യൻ നരകത്തിലേക്കാണ്, അവൻ നരകത്തിലേ പോളൂ എന്ന് അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. ഞാൻ അവന് ഇത്തരം ചോയ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഇന്ന ചോയ്സ് ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്വർഗത്തിൽ പോകും, ഇന്ന ചോയ്സ് ആണ് ഒരുത്തൻ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അവൻ ആ വഴിയാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ അവൻ നരകത്തിലേക്ക് പോകും. നമ്മളെ തീരുമാനിക്കേണ്ട. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. ഒന്നുകിൽ നന്ദിയുള്ള ആളാവാം അല്ലെങ്കിൽ നന്ദി കെട്ട ആളാവാം. രണ്ടും നമ്മുടെ ചോയ്സാണ്, പൂർണ്ണമായിട്ടും നമ്മുടെ ചോയ്സാണ്. അതിനകത്ത് ഒന്നും പടച്ചവൻ ഇടപെടൂല. ഇടപെടുമായിരുന്നുവെങ്കിൽ എല്ലാ ജനങ്ങളും ഒറ്റ അള്ളാഹിനെ പറഞ്ഞിട്ടത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങളൊക്കെ വിശ്വാസികളാകുമായിരുന്നു. അങ്ങനെ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വഭാവം ഉണ്ടെങ്കിൽ, മോശം പ്രകൃതി നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം നമ്മിൽ വേണം. അല്ലാതെ അതിനെ നമ്മൾ ജീനിനെയോ പ്രകൃതിയെയോ നമ്മുടെ മാതാപിതാക്കളെയോ കാരണന്മാരെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സ്വഭാവ സവിശേഷതകൾ, നല്ല സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.